സംസ്ഥാനത്തെ വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDF ക്യാമ്പിൽ മുഖ്യമന്ത്രി ചർച്ചകൾ മുറുകുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുമായുള്ള ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു പറഞ്ഞ കെ സുധാകരനോടുള്ള അമർഷം കെ മുരളീധരൻ പരസ്യമാക്കി. വിവാദത്തോട് പ്രതികരിക്കാൻ VD സതീശൻ കൂട്ടാക്കിയില്ല. കോൺഗ്രസിലെ തർക്കങ്ങളെ പരിഹസിച്ച് മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. വോട്ടെണ്ണാൻ ഇനിയും 18 ദിവസങ്ങൾ ബാക്കി. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ വരാനിരിക്കുന്ന ഭരണത്തെയും മുഖ്യമന്ത്രി കസേരയെയും ചൊല്ലിയുള്ള ചർച്ചകൾ ഇപ്പോഴേ ചൂടുപിടിക്കുകയാണ്. കെ സുധാകരൻ ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ടതോടെയാണ് ചർച്ചകൾക്ക് വേഗം കൂടിയത്. മുഖ്യമന്ത്രി ചർച്ചകളിൽ കരുതലോടെയാണ് കെ മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് അധ്യക്ഷനെ ആർക്കും കാണാമെന്നും മെയ് 4 ഫലത്തിന് ശേഷം മാത്രമേ തന്റെ അഭിപ്രായം പറയൂ എന്നും മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം ആരെ തിരഞ്ഞെടുത്താലും അയാൾ 5 വർഷം മുഖ്യമന്ത്രിയായിരിക്കുമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ട ആൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. ആര് പറയണം ആര് പറയണ്ട എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഏതായാലും 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പരസ്യ പ്രതികരണം വേണ്ടതില്ലെന്ന KPCC അധ്യക്ഷന്റെ നിർദ്ദേശമുള്ളതിനാൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് പറഞ്ഞ ചാണ്ടി ഉമ്മൻ ഹൈക്കമാൻഡിന്റെ റോളിനാണ് ഊന്നൽ നൽകിയത്. കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉണ്ടാകാൻ പോവുകയാണ്, ഉണ്ടായിരിക്കും. മെയ് 4 ഞങ്ങളുടെ സർക്കാർ ഇവിടെ അധികാരത്തിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടാകും. മെയ് 5-നോ 6-നോ അടുത്ത മുഖ്യമന്ത്രി അധികാരമേക്കും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. അത് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകളെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൂർണ്ണമായും ഒഴിഞ്ഞുമാറി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ പരിഹസിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. UDF അധികാരത്തിൽ വന്നാൽ വരാനിരിക്കുന്നത് മാരത്തോൺ അടിയായിരിക്കുമെന്ന മന്ത്രി V ശിവൻകുട്ടി. സാധാരണഗതിയിൽ ഇത് ഒരു വല്ല അത്ഭുതമായി തോന്നുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങിയതാണിത്. ഈ തെരഞ്ഞെടുപ്പിന് ഈ കടമ്പകൾ കടന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ട ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടയടിയാണെങ്കിൽ മിക്കവാറും പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത് മാരത്തോൺ അടിയായിരിക്കും. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കമില്ലെന്ന് നേതാക്കൾ പുറമെ പറയുമ്പോഴും മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന നേതാക്കൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം അണിയറയിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.